ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ വർക്ക്ഷീറ്റ് നോക്കാം. നഖ്റഉ, ഒന്നാമത്തെ എക്സസൈസ് എന്താണ്? നഖ്റഉ. നമുക്ക് വായിക്കാം. ഹാദിഹി ദൂദത്തുൻ, ഹാദാ ജറാദുൻ, ഹാദിഹി ഫറാശത്തുൻ. ഇതിൻ്റെയൊക്കെ മീനിങ് മനസ്സിലായോ? ഹാദിഹി ദൂദത്തുൻ, ദിസ് ഈസ് എ worm. ഹാദാ ജറാദുൻ, ദിസ് ഈസ് എ ലോക്കസ്റ്റ്. ഹാദിഹി ഫറാശത്തുൻ, ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ഇംഗ്ലീഷിൽ നമ്മൾ ദിസ് എന്നേ പറയുന്നുള്ളൂ, എന്നാൽ അറബിലോ ദിസിന് ഹാദ എന്നും ഹാദിഹി എന്നും പറയുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഒരു മസ്കുലീനായിട്ടുള്ള ഇസ്മാണെങ്കിൽ, ഒരു മസ്കുലീനായിട്ടുള്ള നൗണാണെങ്കിൽ നമ്മൾ ഹാദ കൊടുക്കും. എന്നാൽ ഒരു ഫെമിനീനായിട്ടുള്ള ഇസ്മാണ് വരുന്നതെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കും? ഹാദിഹി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇസ്മിൻ്റെ, നൗണിൻ്റെ അവസാനം താ ഉണ്ടോ എന്ന് നോക്കും. ഇപ്പം നോക്കിക്കേ, ദൂതത്തുൻ എന്നുള്ള വേർഡിലും ഫറാശത്തുൻ എന്നുള്ള വേർഡിലും എന്തുണ്ട് അവസാനം? അവസാനത്തെ അക്ഷരം എന്താ? താ അല്ലേ? അപ്പോൾ അങ്ങനെ താ വന്നാൽ നമ്മൾ എന്ത് കൊടുക്കും? ഹാദിഹി എന്ന് കൊടുക്കും. രണ്ടു പേർക്കും ഹാദിഹി കൊടുത്തേക്കുന്നുണ്ടോ? ദൂതത്തുൻ ഫറാശത്തുൻ ഹാദിഹി കൊടുത്തു. എന്നാൽ ജറാദുൻ്റെ അവസാനം താ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഹാദാ എന്ന് കൊടുത്തു. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കിയാലോ ഫെമിനീനും മസ്കുലീനും. ഈ ഫെമിനീന് അറബിൽ മുഅന്നസ് എന്നും മസ്കുലീന് അറബിൽ മുദക്കർ എന്നും പറയുന്നു. അപ്പോൾ മുദക്കറായ ഇസ്മിന് മുമ്പേ നമ്മൾ എന്ത് കൊടുക്കും? ഹാദാ കൊടുക്കും. മുഅന്നസായ ഇസ്മിന് മുന്നേ നമ്മൾ എന്ത് കൊടുക്കും? ഹാദിഹി. ഫറാശത്തുൻ ദൂതത്തുൻ, ഈ രണ്ട് ഇസ്മുകളുടെ അവസാനം എന്ത് വന്നു? താ വന്നു. അപ്പോൾ താ വന്നത് കൊണ്ട് അതെന്താണ്? മുഅന്നസാണ്. മുഅന്നസായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഹാദിഹി കൊടുത്തു. മുദക്കറായ ജറാദുൻ്റെ അവസാനം തായില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഹാദ. ഇനി മറന്നു പോവോ? അപ്പം നമ്മൾ വായിക്കാൻ പഠിച്ചേ, ഹാദിഹി ദൂതത്തുൻ, ഹാദ ജറാദുൻ, ഹാദിഹി ഫറാശത്തുൻ. ഇനി അടുത്ത എക്സസൈസ് നോക്കിക്കേ. നുലവ്വിനു വനക്തുബു. നുലവ്വിനു നമുക്ക് കളർ ചെയ്യാം, വനക്തുബു നമുക്ക് എഴുതാം. നമുക്ക് കളർ ചെയ്യുകയും എഴുതുകയും ചെയ്യാം. ഫസ്റ്റ് പിക്ചർ ഏതാണ്? ജറാദുൻ. ജറാദുൻ്റെ കളറ് നമുക്ക് നോക്കിക്കൊടുത്താലോ? ജറാദുന് കളറ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്തെഴുതും? ഹാദ അവിടെ തന്നിട്ടുണ്ട്, ആ ഡാഷിൽ നമുക്ക് എന്തെഴുതാം? ജറാദുൻ. ജറാദുൻ്റെ പിക്ചറിന് കളറ് കൊടുക്കണം. എന്നിട്ട് നിങ്ങളെല്ലാവരും ജറാദുൻ എന്ന് എഴുതുകയും വേണം. നെക്സ്റ്റ് ആരാ? ദൂതത്തുൻ. വാമിന് നമ്മൾ കളറ് കൊടുക്കുന്നു. എന്നിട്ട് ഹാദിഹി ദൂതത്തുൻ. ഹാദിഹി അവിടെ ഉണ്ട്, ദൂതത്തുൻ എന്ന് മാത്രം നമ്മൾ എഴുതി കൊടുക്കുക. നെക്സ്റ്റ് നുകമ്മിൽ, നമുക്ക് പൂർത്തിയാക്കാം. അലസഹറത്തി. അലസഹറത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവിന് മുകളിലുണ്ട്. പൂവിന് മുകളിലിരിക്കുക ആരാ? ഫറാശത്തുൻ. അപ്പം നമ്മൾ ആ എന്താ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടേ? ഫറാശത്തുൻ. അപ്പോൾ ഫറാശത്തുൻ എന്ന് എഴുതി കൊടുക്കൂ. നെക്സ്റ്റ് അലൽ വറക്കത്തി, ഇലയുടെ മുകളിൽ. ഇലയുടെ മുകളിൽ ആരാ? ദൂതത്തുൻ. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? രണ്ടാമത് എന്ത് ഫില്ല് ചെയ്യണം? ദൂതത്തുൻ. നെക്സ്റ്റ് അല ശത്തിലത്തി. ശത്തിലത്ത് എന്താണ്? തൈ, ചെറിയ ചെടി, ചെറിയ തൈ. ചെടിയുടെ മുകളിൽ ആരുണ്ട്? ജറാദുൻ. അപ്പോൾ അവിടെ എന്താ നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്? ജറാദുൻ. നെക്സ്റ്റ് എക്സസൈസും എന്ത് തന്നെയാണ്? നുകമ്മിൽ. നുകമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താ? പൂർത്തിയാക്കാം. എന്താ പൂർത്തിയാക്കുന്നേ? ഒരു പദപ്രശ്നമാണ് തന്നേക്കുന്നല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പദപ്രശ്നം പൂർത്തിയാക്കാൻ ഇഷ്ടമല്ലേ? ഇതിന് ആൻസർ എങ്ങനെയാ? ചെറിയ ചെറിയ പിക്ചറായിട്ട് അതിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് അതങ്ങ് എഴുതിയാൽ മതിയല്ലേ. ഒന്നാമത്തേത് ഷജറത്തുൻ. രണ്ടാമത്തേതോ ആ ട്രീക്ക് എന്താണ് പറയുന്നത് അറബിൽ? ഷജറത്തുൻ. രണ്ടാമത്തേത് നമ്മൾ പഠിച്ചത് ജറാദുൻ. ജറാദുൻ. 3 ഫറാശത്തുൻ. 4 ദൂതത്തുൻ. 5 ഔറാബുൻ. കാക്കയ്ക്ക് എന്ത് പറയും? ഔറാബുൻ. നെക്സ്റ്റ് 6 ഖിത്തുൻ. ഖിത്തത്തിന് എന്താണ്? ഖിത്തുൻ പൂച്ച. ഇനി നമ്പർ ഇട്ട പിക്ചറിന് താഴെയായിട്ട് നമുക്ക് അക്ഷരങ്ങൾ ചേർത്ത് കൊടുത്ത് വാക്കുകളാക്കാം. ഒന്നാമത്തെ പിക്ചർ ഷജറത്തിനാണ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ഷീന് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിലെ ജീം നമുക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ ഷജ. നെക്സ്റ്റ് റ. മൂന്നാമത്തെ കോളത്തിൽ ഏതാണ്? റോ. നാലാമത്തെ കോളത്തിൽ താ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് എങ്ങനെ വായിക്കാം? ഷജറത്തുൻ.
രണ്ടാമത്തെ പിക്ചർ ജറാദുനാണ്. ജറാദുൻ നമ്മൾ ഷജറത്തിന് എഴുതിയപ്പോൾ ഉള്ള ജീമ് അവിടെ തന്നെ കിടപ്പുണ്ട്. പിന്നെ മൂന്നാമത്തെയോ 2ഉം 3ഉം കോളത്തിലുള്ള റോയും അലിഫും നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റാണ് നമുക്ക് എഴുതാനുള്ളത് ജറാദുൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 4ാമത്തെ കോളത്തിൽ ദാല് മാത്രം എഴുതി കൊടുത്താൽ മതി. നെക്സ്റ്റ് 3 എന്താണ്? ഫറാശത്തുൻ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ ഫ എഴുതണം. റോ തന്നിട്ടുണ്ട്, നമ്മുടെ ജറാദിൻ്റെ റോ അവിടെ ഉണ്ട്. പിന്നെയോ അലിഫ് നമ്മൾ കൊടുക്കുന്നു, ഷീൻ അവിടെ ഉണ്ട്, അവസാനം താ. 4ാമത്തത് ദൂതത്തുൻ. ദാല് എഴുതി കൊടുക്കുന്നു, വാവ് അവിടെ ഉണ്ട്, വീണ്ടും ദാല്, ദൂത, അവസാനം താ, ദൂതത്തുൻ. 5ാമത്തത് ഒറാബ്. ഓയിൻ, ഫസ്റ്റ് ലെറ്റർ ഓയിൻ അവിടെ ഉണ്ട്, അടുത്ത റോ നമ്മൾ എഴുതി കൊടുക്കണം, അലിഫുണ്ട്, ബ, ഒറാബുൻ. 6ാമത്തേത് ഖിത്തുൻ. ഖോഫ് മാത്രം എഴുതി കൊടുത്താൽ മതി, തോ അവിടെ ഉണ്ട്, ഖിത്തുൻ. ഇനി നമുക്ക് ഈ വാക്കുകളെല്ലാം എടുത്ത് ഒരു സെൻറ്റൻസ് ആക്കാം. ഹാദ, ഹാദിഹി ചേർത്തിട്ട് 1 മുതൽ 6 വരെ നമുക്ക് എഴുതി കൊടുത്തു നോക്കിയാലോ. 1ാമത്തേത് ഹാദിഹി ഷജറത്തുൻ, അതവിടെ തന്നിട്ടുണ്ട്. 2 ഹാദ ജറാദുൻ. 3 ഹാദിഹി ഫറാശത്തുൻ. 4 ഹാദിഹി ദൂതത്തുൻ. 5 ഹാദ ഉറാബുൻ. 6 ഹാദ ഖിത്തുൻ. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസിലേക്ക് പോവാം. നഖ്റഉ, നമുക്ക് വായിക്കാം. നമുക്ക് ഈ പാഠത്തിൽ ദാലും ദാലുമാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ദാലും ദാലും അവിടെ റെഡ് കളറിൽ തന്നിട്ടുണ്ട്. വായിച്ചു നോക്കിയാലോ. ദൽവുൻ, ജദുവലുൻ, വലതുൻ, റിഅബുൻ, ഹിദാഉൻ, തിൽമീദുൻ. എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് വായിക്കൂലേ? എല്ലാവരും നന്നായി വായിച്ച് നോക്കണം. നെക്സ്റ്റ് നുലവിനു കളർ ചെയ്യാം. ദാലിന് നമ്മൾ കൂട്ടക്ഷരത്തിൽ എഴുതുന്ന ദാലും ഒറ്റയ്ക്ക് എഴുതുന്ന ദാലും തന്നിട്ടുണ്ട്, അതിന് കളർ കൊടുക്കുക. ദാല്, ആ യെല്ലോ കളർ കോളത്തിൽ കിടക്കുന്നത് കണ്ടോ? ഫസ്റ്റിലത്തത് ദാല്, 2ാമത് പുള്ളിയുള്ളത് ദാല്. എല്ലാവരും പറഞ്ഞ് പഠിക്കണേ. നെക്സ്റ്റ് നസ്ലുൽ ഹുറൂഫ്. കൂട്ടക്ഷരത്തിൽ എഴുതിയാലോ. നമ്മളെ ഹർഫുകളെ, നമ്മുടെ വാക്കുകളെ, അക്ഷരങ്ങളെ നമ്മൾ കൂട്ടക്ഷരത്തിൽ എഴുതുക വാക്കായിട്ട്. ഹുദുൻ കൂട്ടക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? കബിദുൻ, കബിദുൻ. ദുറത്തുൻ, ദുറത്തുൻ. ഖുൻഫുദുൻ, ഖുൻഫുദുൻ.